മൗനം വെടിഞ്ഞ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു. വി.ഡി. സതീശന് പൂർണ്ണ പിന്തുണയും ആശംസകളും നേരുന്നു. മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് ഇപ്പോൾ പറയാനാകില്ല. അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. 10 വർഷത്തെ ദുർഭരണത്തിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കുകയാണ് ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം. അക്കാര്യത്തിൽ സതീശന് ജനങ്ങളുടെ എല്ലാവിധ പിന്തുണയുണ്ടാകുമെന്നും താൻ വിശ്വസിക്കുന്നുവെന്നും ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിയായി നിയോഗിക്കപ്പെട്ട ശ്രീ വി.ഡി. സതീശന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും UDF പ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. 10 വർഷക്കാലത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനുള്ളത്. ആ ഗവൺമെന്റിന് ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണ ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശ്രീ സതീശന് എല്ലാവിധ ആശംസകളും നേരുന്നു. മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകണം തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. എന്തായാലും ഒടുവിൽ മൗനം വെടിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ വി.ഡി. സതീശനോടൊപ്പം രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എന്ന നിലയിൽ തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാത്തതിൽ ഒരു അതൃപ്തിയൊക്കെ ഈ രമേശ് ചെന്നിത്തല ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ മൗനം വെടിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന കാര്യത്തിൽ സീനിയോറിറ്റി ഒന്നും പരിഗണിച്ചില്ല എന്നൊരു പരാതിയൊക്കെ ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായാലും തീരുമാനത്തിലെ വിയോജിപ്പ് ചെന്നിത്തല ഹൈക്കമാൻഡിനെ അറിയിച്ചതായൊക്കെ ഒരു വിവരമൊക്കെ ഇന്നലെ വരുന്നുണ്ടായിരുന്നു. അച്ചടക്കം പാലിച്ചിട്ടും ഹൈക്കമാൻഡ് അവഗണിച്ചു എന്നൊക്കെ ചെന്നിത്തല പറയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നിയമസഭാ കക്ഷിയോഗത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളൊരു അറിയിപ്പൊക്കെ ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്തായാലും ഒടുവിൽ മൗനം വെടിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. വി.ഡി. സതീശന് പൂർണ്ണ പിന്തുണയും ആശംസകളും ഒക്കെ നേരുന്നു എന്നാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും 10 വർഷത്തെ ദുർഭരണത്തിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കുകയാണ് ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ സതീശന് ജനങ്ങളുടെ എല്ലാവിധ പിന്തുണ ഉണ്ടാകുമെന്നും താൻ വിശ്വസിക്കുന്നു എന്ന് ആശംസിച്ചിരിക്കുകയാണ് ചെന്നിത്തല.